ഹലോ, ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവരെ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ അതിമനോഹരമായൊരു സുപ്രഭാതം വളരെ ഭംഗിയായി പൊട്ടിവിടർന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു പുലർക്കാല കാഴ്ച എന്ന് പറയുന്നത് പ്രകൃതി രമണീയതയുടെ അതിമനോഹരമായ കാഴ്ചയാണ്. കുംഭമാസത്തിലെ ചൂടിൽ വളരെ മനോഹരമായ പുൽമേടുകൾ തട്ടിത്തലോടി നിൽക്കുന്ന മഞ്ഞിൻ്റെ വളരെ മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾക്ക് ഇത് പകർത്തി നൽകുന്നത്. മാത്രവുമല്ല, റംസാൻ മാസത്തിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി പ്രശസ്ത മൗലവി മൻസൂർ സക്കാഫി മുഹമ്മദ് അലി അബ്ദുൽ ആലമീൻ സുബ്ലി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഏകദേശം നോമ്പ് പകുതി കഴിഞ്ഞല്ലോ, മുക്കാലായി. എന്താണ് നോമ്പിനെ കുറിച്ച് വിശ്വാസികൾക്ക് താങ്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? നോമ്പ് എന്ന് പറഞ്ഞത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, ശാസ്ത്രീയമായി അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതിനെക്കുറിച്ച്. വളരെ പുലർച്ചെ നീറ്റിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കലും പിന്നെ ഉച്ചക്ക് ലഘുവായിട്ട് കഴിക്കുന്നവരുണ്ട്. അതെല്ലാവരും ഇല്ല, കൂട്ടത്തിൽ കുറച്ച് ആളുകൾ. പിന്നെ സന്ധ്യ ആകുമ്പോൾ വളരെ വെട്ടി വീഴുന്ന ഒരുപാട് ആളുകളെ നമുക്കൊന്ന് കാണാം. അല്ല, സന്ധ്യക്ക് നോമ്പ് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് അവർ വെട്ടി വീഴുന്നത്. ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ സുഹൃത്തും സഹചാരിയായ. അല്ല, ഞാൻ ചോദിക്കുന്നത് നോമ്പ് നോക്കുന്ന ആളുകളുടെ കാര്യമാണ്. നമ്മൾ നല്ലൊരു കാഴ്ചശക്തിയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നോമ്പിന് നോക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. അതിൻ്റെ ഒരു ഗുണമാണത്. അതെ അതെ അതെ, നോക്കാൻ കഴിയും. ഇപ്പോൾ ഇനി പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ വരികയാണല്ലോ. ആദ്യത്തെ കുട്ടികളുടെ 10 കഴിഞ്ഞല്ലോ, ഇപ്പം ഞങ്ങളിലൊക്കെ 10 കഴിഞ്ഞു. ഇനി യുവാക്കളുടെ 10 ആണല്ലോ, ഉസ്താദ് അടക്കമുള്ള ആളുകൾ. ഇനി പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ, ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ വരും. പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ എന്നുള്ളത് അത് ജനങ്ങൾ പറഞ്ഞു പരത്തിയ ഒരു സമ്പ്രദായം. എന്നും പുണ്യമുള്ള ദിവസങ്ങൾ, ഓരോ പുലരിയും നമുക്ക് പുണ്യമായിട്ടാണ് വരുന്നത്. അതെ അതെ, സംസ്കൃതത്തിൽ ഒരു ശ്ലോകം ഉണ്ടല്ലോ, പുണ്യം പുണ്യം ആരോ കണ്യം. നിങ്ങൾ എല്ലാ ഇതിലും അപാരമായ പാണ്ഡിത്യമുള്ളതാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാറ്റിനും കുറിച്ച് പഠിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും താങ്കൾ നാളെ വരും ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസികളും അല്ലാത്ത ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരണം. എന്തായാലും ഇന്ന് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, തോർത്തുമുണ്ട്, ലുങ്കിമുണ്ട്, എല്ലാം അറിയിക്കുകയാണ്. എല്ലാ മലയാളികളും ഓക്കെ. വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് നൈറ്റ്, ബൈ.